ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്. GRSE എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രമുഖ കപ്പൽശാലകളിൽ ഒന്നാണ്. വാണിജ്യ, നാവിക കപ്പലുകൾ നിർമ്മിക്കുകയും നന്നാക്കുകയും ചെയ്യുന്നു. കമ്പനി നിർമ്മിക്കുന്ന കപ്പലുകളും GRSE കയറ്റുമതി ചെയ്യുന്നു. 1884-ൽ ഹൂഗ്ലി നദിയുടെ കിഴക്കൻ തീരത്ത് സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഒരു ചെറിയ കമ്പനിയായി സ്ഥാപിതമായ ഇത് 1916-ൽ ഗാർഡൻ റീച്ച് വർക്ക്ഷോപ്പ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. GRSE 1960-ൽ ഇന്ത്യാ ഗവൺമെന്റ് ദേശസാൽക്കരിച്ചു. 2006 സെപ്റ്റംബറിൽ സാമ്പത്തികവും പ്രവർത്തനപരവുമായ സ്വയംഭരണത്തോടൊപ്പം സെക്ടർ അണ്ടർടേക്കിംഗ് സ്റ്റാറ്റസ്. 100 യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കപ്പൽശാലയാണ് GRSE. General information. Technical performance. Shareholding. Technical levels. സ്റ്റോക്ക് പ്രകടനം. GRSEയുടെ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷത്തിൽ കാര്യമായ നേട്ടം കൈവരിച്ചു. ഇത് വളർച്ചാ സാധ്യതകളിൽ നിക്ഷേപകരുടെ ആത്മവിശ്വാസം പ്രതിഫലിപ്പിക്കുന്നു. ശക്തമായ ഓർഡർ ബുക്കും ആരോഗ്യകരമായ സാമ്പത്തികവും കാരണം ഈ ഓഹരി പ്രതിരോധ മേഖലയിലെ സംപ്രായക്കാരിൽ പലരെയും മറികടന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സെൻസെക്സിന്റെ 26% ഉയർന്നതിനെതിരെ ഗാർഡൻ റീച്ചിന്റെ ഓഹരികൾ 121% മൾട്ടി ബാഗർ റിട്ടേൺ നൽകി. സ്റ്റോക്ക് അതിന്റെ പ്രതിരോധ സ്വഭാവം എടുത്തുകാണിച്ചുകൊണ്ട് വിശാലമായ വിപണി തിരുത്തലുകൾക്കിടയിലും പ്രതിരോധം പ്രകടമാക്കി. എന്നിരുന്നാലും പല പ്രതിരോധ ഓഹരികളെയും പോലെ GRSEയുടെ ഓഹരി വില സർക്കാർ നയങ്ങൾ, ബജറ്റ് വിഹിതം, ഭൗമരാഷ്ട്രീയ സംഭവവികാസങ്ങൾ എന്നിവയാൽ സ്വാധീനിക്കപ്പെടാം. ഓർഡർ ബുക്കിംഗ്. 2024-ലെ കണക്കുകൾ പ്രകാരം കമ്പനിയുടെ കൈവശം 25,231 കോടി രൂപയുടെ ഭീമമായ ഓർഡർ ബുക്കാണുള്ളത്. ഇത് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പിനേക്കാൾ കൂടുതലാണ്. ഇതിൽ 90% ഓർഡറുകളും കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. ഇവയിൽ തന്നെ 85-90% ഓർഡറുകളും ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് നേവിക്ക് വേണ്ടിയുള്ളതാണ്. ഡബിൾ ലെയിൻ ക്ലാസ് 70 മോഡുലാർ സ്റ്റീൽ ബെയിലി ബ്രിഡ്ജുകളുടെ നിർമ്മാണം, വിതരണം, ലോഞ്ച് എന്നിവയ്ക്കായി NHIDCL-മായി കരാർ ഉറപ്പിച്ചതായി കമ്പനി പറയുന്നു. കൂടാതെ ചെറിയ യുദ്ധക്കപ്പലുകൾക്ക് വേണ്ടി നേവിയിൽ നിന്നും 36,000 കോടി രൂപയുടെ ഓർഡറും കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട്. വരുമാനത്തിന്റെ സ്ഥിരമായ ഒഴുക്ക് ഉറപ്പാക്കിക്കൊണ്ട് ഇന്ത്യൻ നേവിയിൽ നിന്നും കോസ്റ്റ് ഗാർഡിൽ നിന്നും GRSE പുതിയ ഓർഡറുകൾ നേടുന്നത് തുടരുന്നുവെന്ന് സമീപകാല വാർത്തകൾ എടുത്തുകാണിക്കുന്നു. വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്വദേശിവൽക്കരണത്തിനുള്ള ശ്രമങ്ങൾക്കും കമ്പനി ശ്രദ്ധാകേന്ദ്രമാണ്. കൂടാതെ GRSEയുടെ ആധുനികവൽക്കരണ സംരംഭങ്ങൾ, അതിന്റെ കപ്പൽ നിർമ്മാണ അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണം ഉൾപ്പെടെ ദീർഘകാലാടിസ്ഥാനത്തിൽ അതിന്റെ പ്രവർത്തനക്ഷമതയും ലാഭക്ഷമതയും വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആത്മനിർഭരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനുമായി സമീപകാലത്ത് ഇന്ത്യാ ഗവൺമെന്റ് സ്വീകരിച്ച എല്ലാ നയപരമായ സംരംഭങ്ങളും യുദ്ധക്കപ്പൽ നിർമ്മാണത്തിന്റെ മൊത്തത്തിലുള്ള സാഹചര്യം വരും വർഷങ്ങളിൽ തികച്ചും പോസിറ്റീവായി കാണപ്പെടുന്നു. ഇന്ത്യൻ നാവികസേനയുടെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും അതിമോഹമായ ഏറ്റെടുക്കൽ പദ്ധതി കാരണം പ്രതിരോധ കപ്പൽ നിർമ്മാണ വിഭാഗം പ്രതീക്ഷ നൽകുന്നതായി തുടരുന്നു. ഇത് ഇന്ത്യൻ കപ്പൽ നിർമ്മാതാക്കൾക്കും മുഴുവൻ ആവാസവ്യവസ്ഥയ്ക്കും വളരെ പ്രോത്സാഹജനകമാണ്. Q1 റിസൾട്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് 2024 അവസാനിച്ച പാദത്തിൽ 1,010 കോടി രൂപയുടെ ഏകീകൃത വരുമാനം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിലെ 756 കോടി രൂപയിൽ നിന്ന് 34% വർധനവുണ്ടായി. 24 സാമ്പത്തിക വർഷം നാലാം പാദത്തിൽ 1,016 കോടി രൂപ. 24 സാമ്പത്തിക വർഷത്തിലെ ഒന്നാം പാദത്തിൽ 6.6 രൂപയായിരുന്ന ഒരു ഷെയറിന്റെ വരുമാനം 7.6 രൂപയായി ഉയർന്നു. ലാഭം വർദ്ധിച്ചിട്ടും കമ്പനിയുടെ അറ്റാദായം 10.14% നിന്ന് 8.64% ചുരുങ്ങി. സ്റ്റോക്ക് വില ഉയരുന്നു. ദേശീയപാത ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡുമായി ധാരണാപത്രം ഒപ്പുവെച്ചതായി പ്രതിരോധ കമ്പനി അറിയിച്ചതിനെ തുടർന്ന് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ഓഹരികൾ ഉയരുന്നു. സാങ്കേതികതയുടെ കാര്യത്തിൽ GRSE സ്റ്റോക്കിന്റെ ആപേക്ഷിക ശക്തി സൂചിക 32.7 ആണ്. ഇത് ഓവർബോട്ടിലോ ഓവർസോൾഡ് സോണിലോ അല്ല വ്യാപാരം ചെയ്യുന്നതെന്ന് സൂചിപ്പിക്കുന്നു.
ഇതിന് ഒരു വർഷത്തെ ബീറ്റ 1.2 ഉണ്ട്. ഈ കാലയളവിൽ ഉയർന്ന അസ്ഥിരതയെ സൂചിപ്പിക്കുന്നു. Prediction. Conclusion. ഗാർഡൻ റീച്ച് ഷിപ്ബിൽഡേഴ്സ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ഇന്ത്യയുടെ നാവിക കഴിവുകൾക്ക് കരുത്തുറ്റ ഓർഡർ ബുക്കിന്റെയും തന്ത്രപരമായ പ്രാധാന്യത്തിന്റെയും പിന്തുണയുള്ള പ്രതിരോധ മേഖലയിലെ ഒരു ഉറച്ച നിക്ഷേപമാണ്. ആഗോളതലത്തിൽ ഷിപ്പ് ബിൽഡിംഗ് മാർക്കറ്റിന്റെ നിലവിലെ മൂല്യം $150 ബില്യൺ. 2030 വർഷത്തോടെ ഇത് $180 ബില്യൺ വർദ്ധിക്കുമെന്നാണ് കണക്കുകൾ. ഇത് വിപണിയിൽ മികച്ച പങ്കാളിത്തമുള്ള ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണ കമ്പനികൾക്ക് ഗുണകരമായി മാറുമെന്ന് വിലയിരുത്തപ്പെടുന്നു. നിലവിലുള്ള ഗവൺമെന്റ് പിന്തുണയും ആധുനികവൽക്കരണ ശ്രമങ്ങളും നയിക്കുന്ന ശക്തമായ ഉയർച്ച സാധ്യതകളോടെ അതിന്റെ സ്റ്റോക്ക് പ്രകടനം പ്രശംസനീയമാണ്. കമ്പനിയുടെ സ്ഥിരമായ ഡിവിഡൻഡ് പേഔട്ടുകൾ ദീർഘകാല നിക്ഷേപമെന്ന നിലയിൽ അതിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. പ്രതിരോധ മേഖലയിൽ സുസ്ഥിരമായ വളർച്ച പ്രതീക്ഷിക്കുന്ന നിക്ഷേപകർക്ക് GRSE ആകർഷകമായ ഒരു ഓപ്ഷനായി കണ്ടെത്തിയേക്കാം, പ്രത്യേകിച്ചും അതിന്റെ പ്രതിരോധശേഷിയും തന്ത്രപരമായ പ്രാധാന്യവും കണക്കിലെടുക്കുമ്പോൾ. Thank you.